ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിക്സ് പാക്ക് ചലഞ്ച് തുടങ്ങിയിട്ട് ഡേ 3 ആണ്. അപ്പോൾ ഇന്നും എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുന്ന കൂട്ടത്തിൽ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും എക്സസൈസ് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ബോർ അടിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഡയറ്റ് പ്ലാനും കൂടി കാണിക്കാമെന്ന്. അപ്പോൾ ഡേ വെച്ചാൽ ഒരു ദിവസത്തിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇപ്പോൾ സമയം 7:17 അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പോയിട്ട് എക്സസൈസ് ചെയ്യണം. പിന്നെ എനിക്കിന്ന് ഓൾഡ് ഹോമിൽ പോകാനുള്ളതാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, എന്നാലും എനിക്ക് ഓൾഡ് ഹോമിൽ പോകണം. എനിക്ക് ആകെ ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ. അപ്പം അവിടെ പോകാനുള്ളത് കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്ത് പോകണം. പിന്നെ രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, വൈകിട്ടത്തെ ഫുഡ്, രാത്രിയിലത്തെ ഫുഡ്, അങ്ങനെ 4 പ്രാവശ്യത്തെ ഫുഡ് എന്നുവെച്ചാൽ ഓരോ സമയം ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് എന്താ കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു ചലഞ്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിയുടെ അളവ് കുറച്ചു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് യൂറിക് ആസിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് 10.6 ആണ്. നോർമൽ എന്ന് പറയുന്നത് 7 ആണ്. എനിക്ക് 10.6 ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഞാൻ പാലും മുട്ടയൊക്കെ കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഡോക്ടർ പറഞ്ഞത് എനിക്ക് പാലോ മുട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാനേ പറ്റത്തില്ല. പക്ഷെ ചായ കുടിക്കാം. കട്ടൻ ചായ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ചീര കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അപ്പം അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. അപ്പം ചായ കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു ചായ അഡിക്റ്റാണ്. അപ്പം ചായ അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്നോട് ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ചായ കുടിച്ചോ കുഴപ്പമില്ല, പക്ഷെ ചായ കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 ഗ്ലാസ് ചായ ഒരേ ടൈമിൽ കുടിക്കുമായിരുന്നു. അപ്പം അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ചായ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ എന്തായാലും അതാണ് ആദ്യം കുറച്ചത്. പിന്നെ വയറ് കുറയ്ക്കാനായിട്ട് വേറെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഫുഡ് എന്നാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. പിന്നെ ചായ കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്ലാസ് ചായ കുടിക്കും. അപ്പം അത് രാവിലെയും വൈകുന്നേരം 1 ഗ്ലാസ് വീതം ചായ കുടിക്കും. ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. അതാണ്. പിന്നെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരമണിക്കൂർ മുമ്പ് കുറച്ച് വെള്ളം കുടിക്കും. പിന്നെ ഇതുപോലത്തെ ഒരു കുപ്പിക്കകത്ത് ഇപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം എടുത്ത് വെക്കും. അപ്പം വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് തോന്നും. അതൊക്കെയാണ് ഇപ്പം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഒന്നാമത്തെ കാര്യം ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ വെള്ളം എന്തായാലും കുടിച്ചേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം കുറച്ച് വെള്ളം കുടിക്കുന്നതിലോട്ടൊക്കെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും വയ്ക്കേണ്ട വീഡിയോയിലോട്ട് പോകാം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചതിന് ശേഷം 1 ഗ്ലാസ് ചായ കുടിക്കാം. 1 ഗ്ലാസ് ചായ കുടിച്ചതിന് ശേഷം പോയി കുളിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് ദോശയും സാമ്പാറുമാണ്. അപ്പോൾ നമുക്ക് 2 ദോശ കുറച്ച് സാമ്പാർ വെച്ച് കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡി ആവണം. എന്നിട്ട് നമ്മുടെ ജോലിക്ക് നമുക്ക് പോകാനുണ്ട്. അപ്പം ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. കുട്ടും വയ്ക്കിട്ട് നമ്മുടെ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇന്നിവിടെ അടിപൊളി ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനാണെങ്കിൽ 2 ദോശ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അമ്മയാണെങ്കിൽ ഉണ്ടാക്കിയത് ഇതുപോലത്തെ കുട്ടി ദോശയാണ്. അപ്പോൾ ഇത് 2 കഴിച്ച് കഴിഞ്ഞാൽ ഒന്നും ആകത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു 3 എടുത്തേക്കാണ്. അപ്പോൾ 3 ദോശയും നമ്മുടെ സാമ്പാറും പിന്നെ 1/2 ഗ്ലാസ് ചായയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 3 കൂട്ടി നമുക്ക് കഴിക്കാം.
അപ്പോൾ ഗൈസ് ഇത് ഞാൻ പോകുന്ന ഓൾഡ് ഏജ് ഹോമിൽ അവിടുത്തെ പാർക്കിലെ ഒരു ചെറിയ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്ലിപ്പും കൂടെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയേക്കാന്ന്. അവിടുത്തെ ആൾക്കാരെ ഞാൻ ചായ കുടിച്ച് അവരെ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പാർക്കിൽ വന്നിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഞാൻ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ഡയറ്റല്ല എക്സസൈസൊക്കെ തുടങ്ങിയതിൻ്റെ ഭാഗമായി എനിക്ക് ചായ കൂടി ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പം ചായ കൂടി ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്യാരറ്റ് ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ക്യാരറ്റ് ജ്യൂസൊന്നും എനിക്ക് അങ്ങനെ തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇത് കുടിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ചലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം കുടിക്കാൻ പോകണം. എനിക്ക് സാധനം ഇഷ്ടമല്ല, പക്ഷേ നമ്മൾ കുടിക്കുവാണ്. എന്താ ടേസ്റ്റ്. ഓക്കെ, ഞാൻ എന്താ കുടിച്ചിട്ടില്ല ഗായ്സ്. അപ്പം ഞാൻ രാത്രിയിൽ കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയും സാമ്പാറും തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും രാത്രിയിൽ എന്താ കഴിച്ചതെന്നുള്ളത് ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.